നമസ്കാരം. ആദ്യം എനിക്ക് മനസ്സിലായ അമ്മയുടെ ഏമ്മമ്മയുടെ കഥ പറയാം. താരസംഘടനയുടെ ഒരു വാട്സപ്പ് മെസ്സേജിൽ നിന്ന് ആരംഭിച്ച കലഹത്തിൻ്റെ കഥ. ആരാധനാലയങ്ങളിൽ നിന്ന് പണം വാങ്ങിയുള്ള ഒരു പരിപാടിയുമായി മുന്നോട്ട് പോയ പ്രസിഡന്റ് ശ്വേതാ മേനോൻ നേതൃത്വം നൽകുന്ന കമ്മിറ്റിയിൽ നിന്ന് അത് വേണോ എന്ന ചോദ്യം ഉയർന്നു. അൻസിബ ഹസനാണത്രേ ആ ചോദ്യം ചോദിച്ചത്. ആദ്യം ക്ഷേത്രം, പിന്നെ പള്ളികൾ, ഇവരിൽ നിന്നെല്ലാം നമ്മൾ പണം വാങ്ങിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ചു. ഉടനെ തൊട്ടു പിന്നാലെ ഒരു മുസ്ലിം ആയ വ്യക്തി ക്ഷേത്രത്തിൻ്റെ പണം സ്വീകരിക്കുന്നതിനെതിരെ രംഗത്ത് വന്നു എന്ന പ്രചരണം സൃഷ്ടിക്കപ്പെട്ടു. ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിയായ നന്ദകുമാർ തന്നെ ഇക്കാര്യം മാധ്യമങ്ങളോട് അറിയിച്ച് വിശദീകരിച്ച് വിവാദത്തിലും ചെന്ന് ചാടി. എന്നാൽ അത് ഉന്നയിച്ചയാൾ മുന്നോട്ട് വെച്ച കാര്യം കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുക എന്നതാണല്ലോ പ്രാഥമികമായതും ശരിയായതുമായ പരിപാടി. പിന്നാലെ നിരന്തര പ്രചരണങ്ങൾ. മെല്ലെ അണിയറയിൽ നിന്ന് കഥാപാത്രങ്ങൾ ഓരോരുത്തരായി രംഗപ്രവേശം ചെയ്യപ്പെട്ടു. ലക്ഷ്മിപ്രിയ എന്ന BJP നേതാവായ നടി അൻസിബയ്ക്കെതിരെ പരാതിയുമായി രംഗത്തെത്തി. അതും പോലീസ് കഴമ്പില്ലെന്ന് കണ്ട് വിട്ടു. പിന്നാലെ ടിനി ടോം വരുന്നു. തന്നെ മതം പറഞ്ഞ് അപകീർത്തിപ്പെടുത്തുന്നതായി അൻസിബയ്ക്ക് തന്നെ പറയേണ്ടി വരുന്നു. ഒടുവിൽ ഇസ്ലാം വർഗീയവാദി എന്നും തീവ്രവാദി എന്നും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതായി അവർ പരസ്യമായി തന്നെ ഉള്ളിലുള്ള ആരോപണം പുറത്തേക്ക് പറഞ്ഞു. അത്തരം പരാതി പറയുന്നയാളെ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാകാതെ വമ്പൻ വാർത്താ സമ്മേളനങ്ങളും നാണം കെടുത്തുന്ന ആരോപണങ്ങളുമായി പുതിയ കഥാപാത്രങ്ങൾ ഓരോരുത്തരായി അമ്മയ്ക്ക് വേണ്ടി ആ ഭാരവാഹി നേതൃത്വത്തിന് വേണ്ടി രംഗത്തെത്തി. ലക്ഷ്മിപ്രിയയുടെ വാർത്താ സമ്മേളന സീരിയലുകൾ നമ്മൾ നിരന്തരം കണ്ടു. മറ്റൊരിടത്ത് കുക്കു പരമേശ്വരൻ പ്രതിക്കൂട്ടിലായി. നീനാക്കുറുപ്പിനെയും അൻസിബയെയും വെച്ച് പലവിധ ആരോപണങ്ങൾ ഒരു ഭാഗത്ത് പ്രചരിച്ചു. കോടികൾക്കായി കേസ് കൊടുക്കുമെന്ന് ലക്ഷ്മിപ്രിയയൊക്കെ നിരന്തരം പറഞ്ഞു. ഒടുക്കം ജനറൽ ബോഡിയിൽ ശരിയായ തീരുമാനമുണ്ടാകും, അൻസിബ അവിടെ പറയട്ടെ എന്നായി ടിനി ടോം. അങ്ങനെ ജനറൽ ബോഡി വന്നു. ശ്വേത അൻസിബ എന്ന പേര് പോലും ഉച്ചരിക്കാതെ അസൽ പ്രസിഡന്റായി. പ്രസിഡന്റ് ശ്വേതാ മേനോൻ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് നടത്തി. നിങ്ങളെ എല്ലാവരെയും ഞാൻ തായ്ലൻഡിൽ കൊണ്ടുപോകും, അവിടെയാണ് അടുത്ത ജനറൽ ബോഡി യോഗം, അവിടെ 4 ദിവസം താമസിപ്പിക്കും, എല്ലാവർക്കും ജോലി തരും, 1500 രൂപ പെൻഷൻ വർദ്ധിപ്പിക്കും. ഇതൊക്കെ പറഞ്ഞ് ശ്വേത മുന്നോട്ട് പോകുമ്പോൾ കേട്ടവരൊക്കെ അന്തിച്ച് തലയിൽ കൈവച്ചു, എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന്. ഒടുക്കം ആൾക്കാർക്കൊക്കെ കാര്യം മനസ്സിലായി. ശ്വേതയും ടിനി ടോമും ലക്ഷ്മിപ്രിയയും ഒക്കെ പറഞ്ഞത് അൻസിബ അപ്പോൾ ഓർത്തു. ജനറൽ ബോഡിയിൽ വന്ന് പറയാമെന്ന് പറഞ്ഞില്ലേ. ഉടനെ അൻസിബ എണീറ്റു. പിന്നെ സംഭവിച്ച നാട്ടുകാരെല്ലാം കണ്ടു. അൻസിബ എണീറ്റതോടെ ടിനി ടോമും ലക്ഷ്മിപ്രിയയും കുക്കു പരമേശ്വരനും എന്തിന് ശ്വേതാ മേനോൻ വരെ സകലതും ഇട്ടോടി. ലക്ഷ്മിപ്രിയൊക്കെ പരിപാടിയെ മതിയാക്കി. ശ്വേത മെമ്പർഷിപ്പ് തന്നെ ഉപേക്ഷിച്ചു. അമ്മയും വേണ്ട, സിനിമയും വേണ്ട എന്നായി. അൻസിബ ഹസൻ അന്തസ്സായി സംഘടനയിൽ ഇരിക്കുന്നു. ലക്ഷ്മിപ്രിയയും അൻസിബയും നാടുനീളെ ചാനലുകാരുടെ ക്യാമറ വഴി അപരാധം പറയുന്നത് നാട്ടുകാർ കേട്ടുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിൽ അഡ്ഹോക്ക് കമ്മിറ്റി അമ്മയെ ഏറ്റെടുത്തു. സിനിമാസ് അഭിനേതാക്കളുടെ സംഘടനയുടെ ജനറൽ ബോഡി യോഗത്തിൽ നടന്നത് ഇതൊക്കെയാണെന്നാണ് ചാനലും പത്രമൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഇപ്പോൾ യുദ്ധമൊക്കെ കഴിഞ്ഞ് അവശിഷ്ട വെടി പൊട്ടും പോലെ അവിടുന്നും ഇവിടുന്നുമൊക്കെ പൊട്ടലും ചീറ്റിലുമൊക്കെ പുറത്തു വരുന്നുണ്ട്. നല്ലതാണ്, സംഘടന ഒന്ന് ക്ലിയർ ആവും. അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീ പ്രസിഡന്റ് ആയതിൻ്റെ ദുരന്തമാണ് എന്നൊക്കെ ചിത്രീകരിക്കാൻ അത്യധ്വാനം ചെയ്യുന്നവരും ഒരു ഭാഗത്തുണ്ട്. എന്നാൽ ഇവിടെ സ്ത്രീകളായതുകൊണ്ടല്ല അങ്ങനെ സംഭവിച്ചത് എന്നത് വ്യക്തമാണ്. കയ്യിലിരിപ്പ് കൊണ്ടാണ്. മാത്രമല്ല അപ്പുറത്ത് ഒരു സ്ത്രീ തലയുയർത്തി നിന്നതുകൊണ്ടാകാമല്ലോ ഇതെല്ലാം ഒരു തീരുമാനത്തിലെത്തിയത്. അതുകൊണ്ട് ശ്വേതാ മേനോനും പടയാളികളും ലേശം വിശ്രമിക്കട്ടെ. ലക്ഷ്മിപ്രിയ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് വരുത്തി BJPയുടെ സ്ഥാനാർത്ഥിത്വമൊക്കെ ഉറപ്പിക്കട്ടെ. പക്ഷേ അങ്ങനെ അങ്ങ് ഉറപ്പിക്കാൻ വരട്ടെ. ഇത് ഒരാളല്ല. നടി ഉഷാ ഹസീന ലക്ഷ്മിപ്രിയക്കെതിരെ സമാന ആരോപണവുമായി അതാ രംഗത്ത് വന്നിട്ടുണ്ട്. അമ്മയിൽ വർഗീയത കൊണ്ടുവരാമെന്ന മോഹം പൊലിഞ്ഞു പോയതിൻ്റെ രോദനമാണ് ലക്ഷ്മിപ്രിയ കാണിക്കുന്നത് എന്ന് പറഞ്ഞ ഉഷാ ഹസീന അവർ തന്നെ ജിഹാദി എന്ന് വിളിച്ചതായും ആരോപിച്ചു. വർഗീയ വിഷം തുപ്പുന്നവരെ അമ്മയ്ക്ക് വേണ്ട, അത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ മനസ്സില്ല. ചാനലുകളിൽ കയറി വർഗീയ വിഷം തുപ്പുമ്പോൾ ആലോചിക്കണമായിരുന്നുവെന്നും അവർ കാരണം കഴിഞ്ഞ 10 മാസമായി അനുഭവിച്ച വിഷമത്തിനും അവഗണനയ്ക്കും അപമാനത്തിനുമെല്ലാം ഇന്നലെ മറുപടി നൽകിയെന്നും ഉഷ പറഞ്ഞു. അൻസിബയാണ് ശരി, അവരെ ഞങ്ങൾ ചേർത്ത് പിടിച്ചു, എന്നാൽ അവിടെ കയറി വർഗീയത കളിക്കാൻ നോക്കിയവരെ പുറത്താക്കി എന്നും അവർ പറഞ്ഞു. അവിടെയും അൻസിബയെ മുൻനിർത്തി കളിക്കാൻ നോക്കിയ ഒരു കളിയുടെ സൂചനകളാണ് പുറത്തു വരുന്നത്. സംഭവാനന്തരം വിവാദത്തിൽ ശക്തമായ നിലപാടെടുത്ത മാല പർവതി മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണത്തിൽ നല്ല വ്യക്തതയുണ്ടായിരുന്നു. അവർ പറയുന്നത് കൂടി കേട്ടാൽ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ തിരിയും. ഞാൻ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങളെ കേൾപ്പിക്കാം. പ്രസിഡന്റ് ശ്വേതാ മേനോൻ യോഗത്തിൽ വെച്ച റിപ്പോർട്ടിലെ വൈരുദ്ധ്യങ്ങൾക്കൊപ്പം കൃത്യമായ തെളിവുകൾ നിരത്തിയാണ് അൻസിബ ഓരോ കാര്യങ്ങളും യോഗത്തിൽ വ്യക്തമാക്കിയത്. സ്വജനപക്ഷപാതവും പണം ധൂർത്തടിച്ചതും ഉൾപ്പെടെ സമഗ്രമായ ചോദ്യങ്ങൾ ആ കുട്ടി ഉന്നയിച്ചു. വെറും ഒരു കണക്ക് കാണിക്കൽ മാത്രമല്ല, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അനുമതിയില്ലാതെ നടത്തിയ അനാവശ്യ ചെലവുകളും ചൂണ്ടിക്കാണിച്ചു.
അൻസിബ ഉയർത്തിയ ഒരൊറ്റ ചോദ്യത്തിന് പോലും കൃത്യമായ മറുപടി നൽകാൻ ശ്വേതയ്ക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ നിസ്സഹായയായി ഞാനും എൻ്റെ ഭരണസമിതിയും രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ മാത്രമേ ശ്വേതയ്ക്ക് സാധിച്ചുള്ളൂ. അവിടെ ഒരു സ്ത്രീപക്ഷം ഇല്ലാതായി എന്നല്ല പറയേണ്ടത്, മറിച്ച് വളരെ ശക്തമായ ഒരു സ്ത്രീപക്ഷത്തിൻ്റെ ഉദയമാണ് അൻസിബയിലൂടെ കണ്ടത്. നാളെ അമ്മയുടെ ഒരു ജനറൽ സെക്രട്ടറിയായോ എന്തിനൊരു മന്ത്രിയായിട്ടോ വരെ വരാൻ കെൽപ്പുള്ള കുട്ടിയാണ് അൻസിബ എന്നാണ് പാർവതി പറയുന്നത്. അത്രയും വ്യക്തതയോടെയും സ്ഫുടതയോടെയുമാണ് തെളിവ് സഹിതം അവർ സംസാരിച്ചത്. അമ്മയിലെ അംഗങ്ങൾ ഒന്നടങ്കം ശ്വാസം അടക്കി പിടിച്ച് ആ വാക്കുകൾ കേട്ടിരുന്നു. ഒടുവിൽ വലിയ കയ്യടിയോടെയും ആരവത്തോടെയുമാണ് ആ കുട്ടിയുടെ നിലപാടുകളെ ഏറ്റുവാങ്ങിയത്. അനൂപ് ചന്ദ്രൻ, കൊല്ലം തുളസി എന്നിവരും മറ്റു രണ്ടുപേരും ഒഴികെ ബാക്കി മുഴുവൻ അംഗങ്ങളും അൻസിബ പറഞ്ഞ കാര്യങ്ങളിൽ പൂർണ്ണമായും കൺവിൻസ്ഡ് ആയി കഴിഞ്ഞു. നമ്മളേറെ ബഹുമാനിക്കുന്ന മല്ലിക സുകുമാരൻ ഒടുവിൽ എഴുന്നേറ്റ് നിങ്ങൾ കണക്ക് കാണിക്കേണ്ടതായിരുന്നു എന്ന് ശ്വേതയോട് പറഞ്ഞു. എന്നാൽ തനിക്ക് കണക്കുകൾ കിട്ടിയിട്ടില്ല എന്ന വിചിത്രമായ മറുപടിയാണ് ശ്വേത നൽകിയത്. മുൻകാലത്തെ രേഖകളും ബുക്കുകളും കൈമാറാത്തതാണ് തങ്ങളുടെ പരാജയത്തിന് കാരണം എന്നവർ വരുത്തി തീർക്കാൻ ശ്രമിച്ചു. എന്നാൽ ബാബുരാജിനെ വിളിച്ചു വരുത്താൻ എന്തുകൊണ്ട് ഔദ്യോഗികമായി നോട്ടീസ് നൽകിയില്ല? ഈ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം ഇല്ലായിരുന്നു. ശമ്പളം ലഭിക്കാത്തത് കൊണ്ട് ഒരു ജീവനക്കാരൻ രേഖകൾ കൈമാറിയിട്ടുണ്ടാകില്ല എന്നൊരു ന്യായീകരണവും പറഞ്ഞു. ഓഡിറ്റ് ചെയ്ത കണക്കുകളാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞ ശ്വേതയുടെ വാക്കുകൾ ശരിയല്ലെന്ന് ഓഡിറ്റർമാരും പറഞ്ഞു. ആദ്യം ശ്വേത മേനോൻ പറയുന്നത് കേൾക്കട്ടെ എന്ന് ഒരു വലിയ വിഭാഗം നിലപാടെടുത്തു. ലക്ഷ്മിപ്രിയക്കും കുക്കുവിനും എതിരായിരുന്നു മിക്കവരും. എന്നാലും ശ്വേതയെ കേൾക്കാൻ തയ്യാറായിരുന്നു. എന്നാൽ അൻസിബ തെളിവുകൾ നിരത്തി സംസാരിച്ചതോടെ അതൊക്കെ മാറി. ഒരക്ഷരം പോലും തിരിച്ചു പറയാനാകാതെ ശ്വേത രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചു. യഥാർത്ഥത്തിൽ രണ്ടുപേർ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ ഉടനെ പക്ഷം ചേർന്ന് തീ കൂട്ടി കൊടുക്കുകയാണ് അവർ ചെയ്തത്. ചെളിവാരി എറിയാനായി ടിനി ടോമിനെയും ലക്ഷ്മിപ്രിയയും ഒരു വശത്തും ഉണ്ണി ശിവപാലിനെ മറുവശത്തും കരുക്കളാക്കി. ബാലിശമായ പ്രസിഡൻഷ്യൽ അഡ്രസ്സോടെയാണ് ശ്വേത സംസാരിക്കാൻ ആരംഭിച്ചത്. അടുത്ത തവണ എല്ലാവർക്കും 1500 രൂപ പെൻഷൻ കൂട്ടും എന്നും ജനറൽ ബോഡി യോഗം തായ്ലൻഡിൽ വെച്ച് നടത്തുമെന്നും 4 ദിവസം എല്ലാവരെയും അവിടെ താമസിപ്പിക്കും, ജോലി എല്ലാവർക്കും തരും എന്നുമൊക്കെ വാഗ്ദാനം ചെയ്തു പ്രസംഗത്തിൽ. എന്നാൽ ഈ വാഗ്ദാനങ്ങളൊന്നും ആർക്കും ദഹിച്ചില്ല. പിന്നാലെ എതിർപ്പുകൾ ഉയർന്നതോടെ യോഗത്തിൻ്റെ ഗൗരവം തന്നെ നഷ്ടപ്പെട്ടു. അവർ രാജിവെച്ചു പോയി. ഇതാണ് മാലാ പാർവതി സാക്ഷ്യപ്പെടുത്തുന്നത്. അവർ നേരിട്ട് യോഗത്തിൽ പങ്കെടുത്തതാണ്. ചുരുക്കത്തിൽ വളരെ ദയനീയമായ ഗുരുതരമായ അവസ്ഥയിലാണ് ഈ താരസംഘടന എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ സംഭവം ഉണ്ടായതിനു ശേഷം ആദ്യം കുറേ ആളുകൾ പള്ളു വിളിക്കാനിറങ്ങി. പിന്നെ കുറേ ആളുകളെ മതം പറഞ്ഞ് വർഗീയത പറയാൻ ഇറക്കി വിട്ടു. ജിഹാദി വിളികൾക്കിറക്കി. പോലീസ് സ്റ്റേഷനിൽ പോയി കോടതിയിൽ പോകുമെന്ന ഭീഷണിയായി ഒടുക്കൻ ജനറൽ ബോഡിയിൽ കണക്കും കാര്യങ്ങളും ചോദിച്ചപ്പോൾ തായ്ലൻഡും പെൻഷനും ഒക്കെ പറഞ്ഞ് സ്കൂട്ടാകാൻ നോക്കി ആ ഭരണ സമിതി. കൈയോടെ പിടിച്ച് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ രാജ്യം വെച്ച് സംഘടനയും വിട്ട് സ്ഥലത്ത് നിന്ന് തടി കഴിച്ചലാക്കി അവരെല്ലാവരും. പിന്നാലെ ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയും തുടങ്ങിയവരൊക്കെ അവിടെ ഇരുന്ന് ചാനലുകാരോട് ഓളം കൂട്ടി. ടിനി ടോം എവിടെയാണോ ആവോ. അമ്മയിൽ ഇനി എന്തൊക്കെ നടക്കുമെന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.